നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ വരുന്ന 21-ാം തീയതി നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബവും നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ജോർജ് കുട്ടിയുടെ പുതിയ സംഭവങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലാണ്. 8 മണിക്കാണ് തിയേറ്ററിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കേണ്ടാത്തവർക്ക് കേൾക്കാതിരിക്കാം. നമ്മുടെ തള്ളു ചേട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബുക്ക് മൈ ഷോയും അതുപോലെ നമ്മുടെ തള്ളു ചേട്ടൻ്റെ പേജൊക്കെ ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കി. അപ്പോൾ നമ്മുടെ തള്ളു ചേട്ടൻ ആകെ ഫോളോ ചെയ്തിരിക്കുന്ന 3 പേരെയാണ്. ഒന്ന് ലാലേട്ടൻ, മറ്റൊന്ന് കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്, മറ്റൊന്ന് ആശീർവാദ് സിനിമാസ്, പുള്ളിയുടെ കമ്പനി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കേരള ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ആ പേജ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കേരള പ്രീ സെയിൽ 2 crores ദൃശ്യം 3 അങ്ങനെ ആദ്യത്തെ തള്ള് ചേട്ടൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പുറകെ എന്തൊക്കെ തള്ളുകൾ നമ്മൾ കാണണോ കേൾക്കണോ. സത്യം പറയാം, ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ ഇങ്ങനെ പ്രീസെയിൽ ഒക്കെ സംഭവം വരാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ബുക്ക് മൈ ഷോ നമ്മൾ ഉടനീളം എടുത്ത് നോക്കുമ്പോൾ ആശീർവാദ് തിയേറ്റർ എല്ലാം, കേരളത്തിലെ ആശീർവാദ് തിയേറ്റർ എല്ലാം ഫുള്ളാണ്. എല്ലാ ഷോയും ഹൗസ് ഫുള്ളായിട്ടാണ് കിടക്കുന്നത്. പിന്നെ മറ്റ് തിയേറ്ററിലൊക്കെ നോക്കുകയാണെന്നെങ്കിൽ എവിടേക്കോ 1-2 ഷോകളൊക്കെ ഫുള്ളായിട്ടുണ്ട്. കുറേയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിങ്ങും സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ആശീർവാദ് ചേട്ടൻ്റെ തിയേറ്ററിൽ മാത്രം എന്താണ് എല്ലാ ഷോയും ഇങ്ങനെ ഫുള്ളാകുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മുടെ എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ബുക്ക് മൈ ഷോയും നമ്മുടെ അണ്ണനും തമ്മിൽ ചില അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കെയർ ഓഫിൽ കംപ്ലീറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ട് അവസാനം അത് വലിയൊരു കളക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടൊക്കെ അണ്ണന് സാധിച്ചു. കാരണം അതൊരു സിനിമയുടെ പ്രൊമോഷനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയായിരിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അണ്ണനെ പോലെ കേരളത്തിൽ ഇങ്ങനെ തള്ളി മറിക്കാൻ പറ്റിയ ഒരാൾ ഇവിടെ വേറെ ഇല്ല. അണ്ണാ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കും, സിനിമ വിജയിക്കും. അതിനകത്തൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. എന്തായാലും പാട്രിയോട്ട് എന്ന സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയാത്തതെന്ന് ഒരു പക്ഷേ ചിലപ്പോൾ പലരും ചോദിച്ചേക്കാം. എന്തായാലും സിനിമ ഏതാണ്ട് 80 കോടിക്കടുത്ത് ഇതുവരെ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളതാണ് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട്. സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയിട്ടില്ല. വലിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. വമ്പൻ പരാജയം തന്നെയാണ് സിനിമ എന്നുള്ളതിലും നമുക്ക് ആ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതെന്താണ് കാരണം എന്നുള്ളത് സിനിമ കണ്ടിട്ടുള്ളവർക്കും സിനിമ കണ്ടിറങ്ങിയ ഫസ്റ്റ് ഡേ ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടത് ആരാണെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ. അപ്പോൾ നമ്മുടെ ദൃശ്യം 3 21-ാം തീയതി ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരു പുതിയ വീഡിയോ നമ്മുടെ ലാലേട്ടൻ്റെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഈ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഏതറ്റവും വരെയും പോകും. ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ, ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ. വാനപ്രസ്ഥം അല്ലെങ്കിൽ തുവാലത്തുമ്പികൾ, താളവട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് മാത്രം അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ ജോർജ് കുട്ടി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ 1, 2, 3 അയാൾ ആരാണെന്ന് ഒരു ആക്ടറായി എനിക്ക് മനസ്സിലാവില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് തന്നെയാണ് ജിത്തു പറഞ്ഞത്. എന്തായാലും 13 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അപ്പൊ ജോർജ് കുട്ടി എന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ഇതിന്റെ പ്രൊമോഷൻ പ്രോഗ്രാമിൽ ഇങ്ങനെ പറയുന്നത്. ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയെന്നാണ് ജോർജ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ കമന്റുകൾ ഇങ്ങനെ തുരുതുരാ വരുന്നുണ്ട്. അതായത് നമ്മുടെ ആശാ ശരത്ത്, മീന, ഇവരൊക്കെ സിനിമയിൽ വരണമെന്നുണ്ടെങ്കിൽ ദൃശ്യം പോലുള്ളൊരു സിനിമ വന്നെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇവർക്ക് വേറെ സിനിമകളൊന്നുമില്ല. അപ്പം ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇനിയിപ്പോൾ 4 ഉണ്ടാകാം, ഒരു പക്ഷേ ചിലപ്പോൾ 5 ഉണ്ടാകാം. കാരണം അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ദൃശ്യം 3 എന്താണ്, പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും, പ്രേക്ഷകർക്ക് എന്താണ് ദൃശ്യം 3 കരുതി വെച്ചിരിക്കുന്നത്? കാരണം ദൃശ്യം 1ഉം 2ഉം ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്കാ സീരിയൽ മൂഡിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് അവസാനം ക്ലൈമാക്സിൽ ഒരു 20 മിനിറ്റ് വന്നിട്ടാണ് ആ സിനിമ വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതും പ്രേക്ഷകരെ കൈ നീട്ടി സ്വീകരിച്ചതും. എനിക്കൊന്ന് ദൃശ്യം 2 OTTയിലായിരുന്നു റിലീസ് ചെയ്തത്. പക്ഷെ അത് തിയേറ്റർ റിലീസ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ വലിയൊരു വിജയത്തിലേക്ക് ആ ഒരു സിനിമ എത്തിയാനായിരുന്നു. എന്തായാലും ദൃശ്യം 3 നമുക്ക് മുന്നിലേക്ക് 21-ാം തീയതി എത്തുകയാണ്. നമുക്ക് കാത്തിരിക്കാം. അണ്ണൻ്റെ തള്ളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.
സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ അത് ഏറ്റെടുക്കും, ആ സിനിമ വിജയിക്കും. പക്ഷേ അണ്ണൻ്റെ ഈ ഇടയിൽ കൂടെയുള്ള ഈ ഒരു തള്ളുണ്ടല്ലോ, എൻ്റെ പൊന്നണ്ണ, അതങ്ങോട്ട് നിർത്തുന്നതായിരിക്കും അണ്ണന് നല്ലത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.